വയസ്സിൽ അങ്ങനെ പറഞ്ഞ വയസ്സായ ഒരു മനുഷ്യന് ഞാൻ ചെയ്യാൻ പാടില്ല. പാവം കിട്ടും, പാവം. ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ. ഇത്രയും വയസ്സുള്ള ആളെയാണ്. വയസ്സിൻ്റെ ഒരു പോരായ്മയില്ലായിരുന്നു, നല്ല ഇടിപ്പടം. വൺ മാൻ ഷോ മമ്മൂട്ടിയുടെ, അത്രേ ഉള്ളൂ. എല്ലാവരും പോയി പടം കാണണം, അടിപൊളിയാണ്. അടിപൊളി പടം. കാറുകൊണ്ട് മേള തന്നെയായിരുന്നു. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പൊളി പടം. അടിപൊളി. ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ. ഇത്രയും വയസ്സുള്ള ആളെയാണ്. കൊള്ളാം. പൊളിയാളി, പൊളി. ത്രില്ലാണ്. ഫൈറ്റ് ആദ്യം മുതൽ അവസാനം വരെയും ഫൈറ്റാണ്. പറയായിരിക്കും എന്താ ഈ ഒരു വയസ്സിൽ അങ്ങനെ പറഞ്ഞ വയസ്സായ ഒരു മനുഷ്യന് ഞാൻ ചെയ്യാൻ പാടില്ല. പാവം കിട്ടും, പാവം. അടിപൊളി, സൂപ്പർ പടം. മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല അടിപൊളി. കൊള്ളാം, നല്ല പടം. സൂപ്പർ ഹിറ്റ്. നല്ല പടം. കൊള്ളായിരുന്നു, കൊള്ളാം. കൊള്ളാം. സൂപ്പർ. നല്ല പടം. ആവറേജ് പടം ബ്രോ. കൊള്ളാം. ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള നല്ല അടിപൊളി. നല്ല രസമാണ് കാണാൻ. ഫുള്ള് ഫൈറ്റാണ്. കണ്ടിരിക്കാം, ബോറൊരിക്കലും അടിക്കില്ല. എല്ലാവർക്കും പോയി കാണാം. വൺ മാൻ ഷോ മമ്മൂട്ടിയുടെ, അത്രേ ഉള്ളൂ. എല്ലാവരും പോയി പടം കാണണം, അടിപൊളിയാണ്. പടം കൊള്ളാം. വൈശാഖിൻ്റെ നല്ലൊരു സംവിധാനമായിരുന്നു. ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം എബോവ് ആവറേജ്. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. പടം കൊള്ളാം, നല്ല സിനിമ. നല്ല മമ്മൂട്ടിയുടെ ഫൈറ്റൊക്കെ നല്ല അടിപൊളി. അതെ അതെ, അത് വെരി റിമാർക്കബിൾ ആണ്. നല്ല പടം. നല്ല പടം. കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല ഫിലിമായിരുന്നു. നല്ലായിരുന്നു. മമ്മൂട്ടിക്ക് ഹൈപ്പ് കൊടുത്തുള്ള ഫിലിമായിരുന്നു. ഇല്ല, നല്ല ഫിലിമായിരുന്നു. കാണാൻ പറ്റിയ ഫിലിമാണ്. ഓക്കെ, കുഴപ്പമില്ല, നല്ല ഉണ്ടായിരുന്നു. കഥ കുറച്ച് ആവറേജ് ആണെങ്കിലും മേക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു. ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര കിട്ടില്ലായിരുന്നു. അതിൻ്റെ ഹൈലൈറ്റ് ആക്ഷൻ സീൻസൊക്കെ തന്നെയായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ആക്ഷൻ സീൻസിന് എൻ്റെ കൂടുതൽ പ്രാധാന്യം എടുത്തു. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പ്രതീക്ഷിക്കാൻ കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, നന്നായിരുന്നു. സൂപ്പർ, അടിപൊളി പടം. നല്ല പടം. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാം ഫുൾ മാർക്ക്. അപ്പം ഇൻ്റർവെൽ വരെ ഒരു സാധാരണ ഇതിൽ പോയിട്ട് ഇൻ്റർനേഷൻ ഭയങ്കര അടിപൊളി. ഇൻ്റർനേഷൻ സൂപ്പറാണ്. നന്നായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ഭയങ്കര മാസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിട്ടുണ്ട്. മമ്മൂക്ക പൊളിച്ച്, ഒരു രക്ഷയില്ല. കിടിലം പടം. വിഷയം ഒന്നും പറയാനില്ല, വേറെ ഒന്നുമില്ല പറയാൻ. ആക്ഷനൊക്കെ ഹിറ്റ്. 72-ാം വയസ്സിൽ ഇതുപോലത്തെ ഒരു സാധനം കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. സിനിമ വിജയിച്ചതിനേക്കാളും വലിയ സിനിമ, മികച്ച സിനിമ. മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് സിനിമ. മമ്മൂക്കയുടെ നല്ല അടിപ്പടമായിട്ടുണ്ട്. ഈ ഒരു വയസ്സിലും നല്ലൊരു ഫൈറ്റ്, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട്. മമ്മൂക്ക അഴിഞ്ഞാടി. 72-ാം വയസ്സിലും മമ്മൂക്കയുടെ ആ ഫൈറ്റ് ആയിരുന്നാലും, ആ കഥ കൊണ്ടുപോയ രീതിയായിരുന്നാലും, ഡയറക്ടറിൻ്റെ കഥയായിരുന്നാലും എല്ലാം കൊണ്ടും മികച്ച സിനിമ. അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഈ പടം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും തോന്നൂല. നമുക്ക് ഫുൾ ഫിറ്റാണ്. വയസ്സിൻ്റെ ഒരു പോരായ്മയില്ലായിരുന്നു, നല്ല ഇടിപ്പടം. എൻജോയ് ചെയ്ത് കൊള്ളാം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നല്ല ഇടിപ്പടം. കിട്ടില്ല, നല്ല ബെസ്റ്റ് പെർഫോമൻസ്, നല്ല ബെസ്റ്റ് ഫിലിം. ആ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഈ ആവേശം കണ്ടപ്പോഴത്തേക്കും അതിനേക്കാളും ഇത് ബെറ്ററാണ്. അതിലവൻ കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ബെസ്റ്റ് വിഷയം. എല്ലാവരും ഹാപ്പിയായിരുന്നു. കൈയടി, ഇടി എല്ലാം ഉണ്ട്. ഉണ്ട്. നല്ല പടമായിരുന്നു, നല്ല പടം. സീനാണ്, ആക്ഷനേ ഉള്ളൂ. എഡിറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. പ്രേക്ഷകർ നല്ല കൈയടിയും നല്ല കൂക്കുളിയും എല്ലാം ഉണ്ട്. കണ്ടിരിക്കാം, നല്ല പടം. മേക്കിംഗ് ഒക്കെ നൈസാണ്. കഥ കണ്ടിരിക്കാം, അതിനുള്ള എല്ലാം ഉണ്ട്. വില്ലനും ഫൈറ്റ്സ് ഒക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട്. കൊള്ളാം, കിട്ടില്ല. നല്ല മൂവി, ഒരു ആക്ഷൻ ത്രില്ലറാണ്. പാട്ട് പ്രതീക്ഷിക്കുന്നു. കിട്ടില്ല പടം. മമ്മൂട്ടിയുടെ പൊളിയായിട്ട്.